രോഗമുള്ളിടത്ത് കൈകളെ വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പട പോലെ വൈതാക്കാന്ന് പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വരത്തിക്കരാം. കർത്താവ്, അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, മക്കളില്ലാത്തവരെ, വിവാഹ ജീവിതത്തിൽ കർത്താവ് തടസ്സം നേരിടുന്നവരെ, തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോരോ വിഷയങ്ങൾക്ക് അസമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരെ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, സ്ഥലപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.